അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ബഹുമാനപ്പെട്ട ബുഖാരി ഇമാം സ്വഹീഹ് ബുഖാരി ഉദ്ധരിച്ച ഹദീസാൻ മുഅയ്യന തങ്ങളിൽ നിന്ന് നിവേദനമാണ്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉന്നാര നബി തങ്ങൾ പറയുകയാണ്, ഇന്നല്ലാഹ ഹറമ അലൈക്കും ഹുഖൂഖൽ ഉമ്മഹാത്ത്. ഇന്നല്ലാഹ ഹറമ അലൈക്കും, അല്ലാഹു നിങ്ങളുടെ മേൽ ഹറാമാക്കിയിരിക്കുന്നു ഹുഖൂഖൽ ഉമ്മഹാത്ത്, മാതാവിനെ പ്രയാസപ്പെടുത്തുക, ഉമ്മയെ വേദനിപ്പിക്കുക, അത് അല്ലാഹു നിങ്ങളുടെ മേൽ ഹറാമാക്കിയിരിക്കുന്നു. സൂറത്തുൽ ലുഖ്മാൻ തുറന്നു നോക്ക്, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, വവസ്സൈനൽ ഇൻസാന ബിവാലിദൈഹി ഹമലതു ഉമ്മുഹു വഹ്നൻ അലാ വഹ്ൻ വഫിസാലുഹു ഫീ ആമിൻ അൻ ഇശ്കുർ ലീ വലിവാലിദൈക ഇലയ്യൽ മസീർ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, ഞാൻ മനുഷ്യനോട് വാഗ്ദാനം, മനുഷ്യനോട് വസിയത്ത് ചെയ്തിരിക്കുകയാണ്, അവന്റെ മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണമെന്ന് ഞാൻ മനുഷ്യനോട് വസിയത്ത് ചെയ്തിരിക്കുകയാണ്. കാരണം എന്താണ്? ഹമലതുഹു ഉമ്മുഹു വഹ്നൻ അലാ വഹ്ൻ, പ്രയാസങ്ങളുടെ മേൽ പ്രയാസം സഹിച്ചിട്ട്, വേദനകളുടെ മേൽ വേദന സഹിച്ചിട്ട് അവന്റെ പൊന്നുമ്മ അവനെ 10 മാസം ഗർഭം ചുമന്നു. 2 വർഷക്കാലം അവന്റെ ഞരമ്പുകളിലൂടെ ഒഴുകി നടന്നത് അമ്മയുടെ ഉമ്മയുടെ അമ്മിഞ്ഞപ്പാലിന്റെ മാധുര്യമായിരുന്നു. 2 വർഷക്കാലം നമ്മുടെയൊക്കെ ഞരമ്പുകളിലൂടെ ഒഴുകി നടന്നത് ഉമ്മ തന്ന അമ്മിഞ്ഞ പാലായിരുന്നു. പ്രിയപ്പെട്ടവരെ, 1503 ഡാവിഞ്ചിയുടെ ലോക പ്രശസ്തമായ മൊണാലിസ രൂപകൽപ്പന ചെയ്യപ്പെടുന്നത്. അകലെ നിന്ന് നോക്കുമ്പോൾ പുഞ്ചിരിക്കുന്ന ഒരു ചിത്രം, അടുക്കുമ്പോൾ അതിലൊരു വിഷാദം രൂപപ്പെടുന്നത് കാണാം. സത്യത്തിൽ ഈ മൊണാലിസയിൽ ഞാൻ കണ്ടതൊരു മാതാവിനെയാണ്, ഒരു അമ്മയെയാണ്, ഉമ്മയെയാണ്. നീറുന്ന 100 വേദനകളെ മനസ്സിലൊതുക്കി പുഞ്ചിരിക്കുന്ന ഒരു മാതൃത്വം. പക്ഷേ ആ നെഞ്ചകത്തെ വേദന എനിക്ക് മനസ്സിലാക്കാൻ കഴിയും. കാരണം പിറന്നു വീണ് 2 വർഷക്കാലം ഞാൻ നുകർന്നത് അതേ നെഞ്ചിൽ നിന്ന് ഒഴുകിയെത്തിയ അമ്മിഞ്ഞ പാലായിരുന്നു. അല്ലേ? മിണ്ടിത്തുടങ്ങാൻ ശ്രമിക്കുന്ന പിഞ്ചിളം ചുണ്ടിന്മേലമ്മിഞ്ഞ പാലോടൊപ്പം അമ്മയെന്നുള്ള 2 അക്ഷരമല്ലയോ സമ്മേളിച്ചിടുന്നതൊന്നാമതായി അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനാണ് പറഞ്ഞത്. 2 വർഷക്കാലം അവന്റെ ഞരമ്പുകളിലൂടെ ഒഴുകി നടന്നത് ഉമ്മയുടെ അമ്മയുടെ അമ്മിഞ്ഞപ്പാലിന്റെ മാധുര്യമായിരുന്നു. നമ്മളൊക്കെ മനസ്സിലാക്കണം, അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് ഒരു മനുഷ്യൻ വന്നുകൊണ്ട് ചോദിച്ചു, നബിയേ, അയ്യുൽ വാലിദൈനി അഅ്ലമു ഹഖ്ഖാ, ലോകത്ത് ഏറ്റവും കൂടുതൽ മാതാവിനാണോ പിതാവിനാണോ സ്ഥാനം, ഏറ്റവും കൂടുതൽ ഹഖുള്ളത്, അവകാശമുള്ളത് ഉമ്മയ്ക്കാണോ ഉപ്പയ്ക്കാണോ? അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്ന് പറയാൻ തുടങ്ങി, അല്ലതീ ഹമലത് ബൈനൽ ജംബീൻ, 10 മാസം നിന്ന് ഗർഭം ചുമന്നതാരാണോ അവർക്കാണ് 10 മാസം വേദനകളും പ്രയാസങ്ങളും സഹിച്ച് നിന്ന് ഗർഭം ചുമന്നവർ, അവർക്കാണ് നിന്റെ മാതാപിതാക്കളിൽ ഏറ്റവും കൂടുതൽ സ്ഥാനം. കഴിഞ്ഞില്ല വർണ്ണഅച്ച് ബിസ്സദീൻ, നിന്നെ മുലയൂട്ടി വളർത്തിയതാരാൻ, നിനക്ക് മുലപ്പാല് തന്നവരാൻ, അവർക്കാണ് മാതാപിതാക്കളിൽ ഏറ്റവും കൂടുതൽ സ്ഥാനമുള്ളത്. വഹവനതു ബൈനൽ ഫഖദൈൻ, മടിത്തട്ടിലിരുത്തി താരാട്ട് പാടി ഉറക്കി, താലോളം നിന്നെ താലോടി, ആ തലോടിയ പ്രിയപ്പെട്ട മാതാവിനാണ് സ്ഥാനമെന്ന്, ഉമ്മയ്ക്കാണ് സ്ഥാനമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് പറഞ്ഞത്. എന്റെ പ്രിയപ്പെട്ടവരെ, 3 കാര്യങ്ങൾ മറ്റൊരു 3 കാര്യങ്ങൾ കൊണ്ടല്ലാതെ സ്വീകരിക്കില്ല എന്റെ പ്രിയപ്പെട്ടവരെ. അതിലൊന്ന്, അല്ലാഹുവിന്റെ ശുക്ർ സ്വീകരിക്കണമെങ്കിൽ പടച്ചോന് നീ ചെയ്യുന്ന നന്ദി പ്രകടനം അല്ലാഹു
നീ സ്വീകരിക്കണമെങ്കിൽ നിന്റെ മാതാപിതാക്കൾക്ക് നന്ദി ചെയ്യണമെന്നാണ് നമ്മൾ നേരത്തെ ഓതിയ ആയത്തിന്റെ ബാക്കിയാണ് അതിന് തെളിവായി മഹാന്മാര് പറഞ്ഞത്. അനിഷ്കുർലീ വലിവാലിദൈക ഇലൈഹിൽ മസീർ. നീ എനിക്ക് ശുക്ർ ചെയ്, അല്ലാഹു പറയുകയാണ്, നീ എനിക്ക് ശുക്ർ ചെയ്, വലിവാലിദൈക നിന്റെ മാതാപിതാക്കൾക്കും ശുക്ർ ചെയ്, ഇലൈഹിൽ മസീർ നിന്റെ മടക്കം എന്നിലേക്കാൻ, നിന്റെ മടക്കം അല്ലാഹുവിലേക്കാൻ. അല്ലാഹുവേ നമ്മുടെ മാതാപിതാക്കൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകണേ തമ്പുരാനേ.